ഇപ്പം നമ്മളെ ജിമ്മ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 2 ആഴ്ചയായി. നമ്മളെ ജിമ്മിൽ യൂസ് ചെയ്യുന്ന മെഷീൻ കൈസൺ സീരീസിൻ്റെയാണ്. നമ്മൾ സാറ്റിസ്ഫൈഡാണ്, നമ്മുടെ വന്നിരിക്കുന്ന ക്ലയൻസും ഈ മെഷീനകത്ത് സാറ്റിസ്ഫൈഡാണ് ഫുള്ളി. ഹായ്, സിബു വൈഷ്ണവ്. കരുനാഗപ്പള്ളി വള്ളിക്കാവ് എന്ന് പറയുന്ന സ്ഥലത്ത് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കോർ ഫിറ്റ്നസ്സിൽ നമ്മുടെ കൈസൺ സീരീസിലുള്ള മെഷീൻസാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ ആ മെഷീൻസ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഇത് ട്വിസ്റ്ററാണ്, ഡബിൾ ട്വിസ്റ്ററാണ്. ആപ്സിനും ഒബ്ലിക്സിനും ഒക്കെ വർക്കൗട്ട് കിട്ടുന്ന നല്ല മെഷീനാണ്. ദെൻ റോയിങ് മെഷീനുണ്ട്, എലിപ്റ്റിക്കൽ ട്രെയിനറുണ്ട്, സ്റ്റെയർ ക്ലൈംബറുണ്ട്, ട്രെഡ്മില്ലുണ്ട്, ലാറ്റ് പുൾ ഡൗൺ. ആ മെഷീൻ്റെ ക്വാളിറ്റി ഞാൻ നമ്മുടെ നേരത്തെയുള്ള വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹെവി പൈപ്പാണ് അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ദെൻ അതിൻ്റെ പൈപ്പിൻ്റെ തിക്നെസ് തന്നെ ഏകദേശം ഒരു 150 mm തിക്നെസ് ഉള്ള പൈപ്പാണ്. സോ അതിൻ്റെ കവറ് നല്ല ഹെവി ഗേജുള്ള കവറാണ്. ഇത് തട്ടിയാലൊന്നും സൗണ്ട് കേൾക്കത്തൊന്നുമില്ല. ഒരു 2 mm തിക്നെസ് ഉണ്ട്. നോർമലി സാധാരണ എല്ലാ മെഷീനും വരുന്നത് ഒരു 1.5 mm തിക്നെസ്സാണ് കവറിനൊക്കെ വരുന്നത്. 2 mm തിക്നെസ് ഉള്ള കവറാണുള്ളത്. സോ അതിൻ്റെ പെയിൻറ്റിങ് പക്ക നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഇതൊരു ഡ്യുവൽ ടോൺ പെയിൻ്റ് ആണ്. ഇത് ഡേ ലൈറ്റിൽ നമ്മൾ നോക്കുമ്പോൾ ശരിക്കും അതൊരു ഗ്രേ കളറായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ദെൻ നൈറ്റിലാണെങ്കിൽ അല്ലെങ്കിൽ ലൈറ്റിൻ്റെ വെട്ടത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ബ്ലാക്ക് കളറായിട്ടാണ് തന്നെ ഫീൽ ചെയ്യുന്നത്. സോ അപ്പോൾസ്ട്രി നല്ല സ്മൂത്തായിട്ടുള്ള അപ്പോൾസ്ട്രിയാണ്. ഇത് PU ഫോമാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. സോ അത് വളരെ ആ കുഷനിങ് ഒക്കെ വളരെ സ്മൂത്തായിരിക്കും, നല്ല ഡ്യൂറബിളാണ്. സാധാരണ യൂസ് ചെയ്യുന്നതിന് ഇവ ഫോമാണ് യൂസ് ചെയ്യുന്നത്. സോ അതിനെക്കാട്ടി ഒരു 4 times റേറ്റ് വളരെയധികം കൂടുതലാണ് PU ഫോമിന്. അത്രയ്ക്കും ഹൈ ക്വാളിറ്റിയാണ് അതിൻ്റെ അപ്പോൾസ്ട്രിയൊക്കെ വരുന്നത്. ഇത് നല്ല ഹൈറ്റുള്ള ഒരാൾക്ക് പോലും, ഇപ്പോൾ ഒരു 6 feet മുകളിൽ ഹൈറ്റുള്ള ഒരാൾക്ക് പോലും ഈസി ആയിട്ട് നല്ലൊരു റേഞ്ച് ഓഫ് മോഷനിൽ വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഹൈറ്റും സൈസുമുള്ള മെഷീനാണ്. ഈ മെഷീൻ ശരിക്കും ഡ്യുവൽ സീരീസ് ആണ്. ഇതിനകത്ത് ലാറ്റ് പുൾ ഡൗണും സീറ്റഡ് റോയും ഉണ്ട്. നമുക്ക് സീറ്റഡ് റോയും ഇതിനകത്ത് തന്നെ ചെയ്യാവുന്നതാണ്. അതുകൂടാതെ അതിൻ്റെ അക്സസറീസുകൾ, അതിൻ്റെ പുള്ളീസ് അലുമിനിയം പുള്ളിയാണ് അതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത്. ദെൻ അതിൻ്റെ എല്ലാം മെറ്റീരിയൽ പാർട്ടെല്ലാം അലുമിനിയമാണ് യൂസ് ചെയ്തേക്കുന്നത്. അതുപോലെ അതിൻ്റെ ലോക്സൊക്കെ വളരെ ഹെവിയാണ്, പെട്ടെന്ന് അത് ഊരി വരുന്ന ടൈപ്പൊന്നുമല്ല. ദെൻ അതിനകത്ത് ഉപയോഗിക്കുന്ന ബോൾട്ടുകൾ സിങ്ക് ബോൾട്ടാണ്, അതുകൊണ്ട് അത് റെസ്റ്റ് എടുക്കില്ല. അത്രയ്ക്കും ഹൈ ക്വാളിറ്റി മെഷീൻസാണ് കൈസൺ സീരീസിൽ വരുന്നത്. പ്രീ-സർക്കിൾ മെഷീനാണ്, നല്ല ഹെവിയാണ്, നമുക്ക് നല്ലൊരു ഫീൽ ഉണ്ടാവും. ദെൻ ബയോമെക്കാനിസം വളരെ പെർഫെക്റ്റ് ആണ്. ശരിക്കും നമ്മുടെ ബൈസെപ്സ് ബ്രാങ്കി എന്ന് പറഞ്ഞ മസിൽസിന് നല്ലൊരു കോൺട്രാക്ഷൻ കിട്ടുന്ന ഒരു ബയോമെക്കാനിസമാണ് അതിനുള്ളത്. പ്ലേലോഡർ സീരീസിലുള്ള ചെസ്റ്റ് പ്രസ് മെഷീനാണിത്. നല്ലൊരു ബയോമെക്കാനിസം പെർഫെക്റ്റ് ആണ്. കറക്റ്റ് നമ്മുടെ പെക്ടോറാലിസ് മേജർ മൈനർ മസിൽസിന് നല്ല റിക്രൂട്ട്മെൻറ്റ്സ് കിട്ടുന്നുണ്ടായിരിക്കും. ഇത് ഇന്നർ തൈ ഔട്ടർ തൈ വർക്കൗട്ട് ചെയ്യുന്ന അബ്ഡക്ടർ അഡക്ടർ മെഷീനാണ്. സ്മിത്ത് വിത്ത് പവർ റാക്കാണ്. ശരിക്കും ഇവിടെ നമുക്ക് പവർ റാക്കായിട്ട് യൂസ് ചെയ്യാം. ദെൻ സെയിം ടൈം നമുക്ക് സ്മിത്ത് മെഷീനായിട്ട് യൂസ് ചെയ്യാവുന്ന നല്ലൊരു ടൈപ്പ് മെഷീനാണത്. സോ നമ്മുടെ ഹൈറ്റ് അനുസരിച്ച് നമുക്ക് ഇതിനകത്ത് വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ സാധിക്കും. ഡംബൽസും ഡംബൽ റാക്കുകളും നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ടൈപ്പുള്ള ഡംബൽ റാക്സ് ആണുള്ളത്. സോ ബാർബൽ റാക്സ്, നമ്മുടെ അഡ്ജസ്റ്റബിൾ ബെഞ്ച്, വളരെ ഹെവി ആയിട്ട് നമുക്ക് നല്ല ഒരു ഹെവി വർക്കൗട്ട് ചെയ്യാനും വളരെ ഹെവി ഫീൽ കിട്ടുന്ന, എന്നാൽ വളരെയധികം ഒരു പ്രീമിയം ലുക്ക് വരുന്ന അഡ്ജസ്റ്റബിൾ ബെഞ്ചുകളാണ് അതിൽ. ലാറ്റിസ് മസ്ഡോസി ബാക്ക് മസിൽസിനുള്ള മിഡ്രോ ചെയ്യുന്ന പ്ലേലോഡ് സീരീസാണ്. മിഡ്രോ എന്നാണ് അതിൻ്റെ പേര് വരുന്നത്. കേബിൾ ക്രോസ് ഓവർ. സോ നല്ല സൈസിലുള്ള മെഷീനാണ്, നല്ല വിട്ടിലുള്ള മെഷീനായതുകൊണ്ട് 2 പേർക്കൊക്കെ ഈസി ആയിട്ട് ഇതിനകത്ത് വർക്കൗട്ട് ചെയ്യാൻ സാധിക്കും. സോ നല്ല ഹൈറ്റ് ഉണ്ട്, വളരെ ഹെവി ആയിട്ടുള്ള മെഷീനാണ് കേബിൾ ക്രോസ് ഓവർ. പെക്ടർ ഫ്ലൈസ് ആൻഡ് റിവേഴ്സ് പെക്സ് ഡ്യുവൽ സ്റ്റേഷനാണ്. നമ്മുടെ പെക്ടോറാലിസ് മേജർ മസിൽസിനുള്ള വർക്കൗട്ട് കിട്ടുന്ന പെക്ടർ ഫ്ലൈസും ചെയ്യാം. അതേ സെയിം ടൈമിൽ തന്നെ നമ്മുടെ റിയർ ഡെറ്റോയിനുള്ള റിവേഴ്സ് ഡെറ്റോയിഡ് വർക്കൗട്ട് ഇതിനകത്ത് ചെയ്യാൻ സാധിക്കും. ഇത് മൾട്ടി പ്രസ്സാണ്. ഇതിനകത്ത് ഫ്ലാറ്റ് ബെഞ്ച് പ്രസ്സും ഇൻക്ലൈൻ ബെഞ്ച് പ്രസ്സും ദെൻ ഷോൾഡർ പ്രസ്സും നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന മൾട്ടി പ്രസ് മെഷീനാണിത്. ആപ്പ് ക്രഞ്ച് എന്ന് പറഞ്ഞൊരു മെഷീനാണ് ആക്ച്വലി. അത് ശരിക്കും നമ്മുടെ റെക്ടസ് ആപ്സിനും അത് സെയിം ടൈമിൽ നമുക്കത് ട്വിസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒബ്ലിക്സിന് വർക്കൗട്ട് കൊടുക്കുന്ന രീതിയിൽ അത് സൈഡിലുള്ള നമ്മുടെ ഒബ്ലിക്സ് മസിലിന് റിക്രൂട്ട്മെൻറ്റ് കിട്ടുന്ന വർക്കൗട്ട്സ് തന്നെ ചെയ്യാൻ സാധിക്കും. ഒരു മെയ്ഡ് ഇൻ ഇന്ത്യ ഹൈ ക്വാളിറ്റി ഉള്ള ഒരു ഇമ്പോർട്ടഡ് സീരീസിനെക്കാട്ടി വളരെ ഹൈ ക്വാളിറ്റി ഉള്ള ഒരു മെയ്ഡ് ഇൻ ഇന്ത്യ മെഷീനാണ്. ബയോമെക്കാനിക്കൽ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് ആണ്. ശരിക്കും നമ്മുടെ ക്വാഡ്രിസെപ്സ് മസിലിനും ഗ്ലൂട്ട്സ് മസിലിനും ഹാംസ്ട്രിങ്സിനും ഒക്കെ റിക്രൂട്ട്മെൻറ്റ് കിട്ടുന്ന ഒരു മൂവ്മെൻറ്റാണ് ഈ ഒരു ലെക്രോസ് മെഷീൻ നമുക്ക് കിട്ടുന്നത്. വളരെ ഹെവി ഗേജ് പൈപ്പാണ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിനകത്തൊരു 250-300 kg ഒക്കെ ലോഡ് ചെയ്താലും സ്മൂത്തായിട്ട് നമുക്ക് ഇതിനകത്ത് വർക്കൗട്ട് ചെയ്യാൻ സാധിക്കും. ലെക്കുകൾ വിത്ത് ലെഗ് അസിസ്റ്റൻ മെഷീനാണ്.
ആക്ച്വലി ഇപ്പോൾ ലെഗ് എക്സ്റ്റൻഷനാണ് ചെയ്യുന്നത്. ഇതിനകത്ത് ഡ്യുവൽ സീരീസ് മെഷീനാണ്. രണ്ടും ലെഗ് എക്സ്റ്റൻഷൻ നമുക്ക് തന്നെ ചെയ്യാൻ സാധിക്കും. ഇത് ഒളിമ്പിക് ബെഞ്ച് തന്നെ അഡ്ജസ്റ്റബിൾ ആണ്. നമുക്ക് ഇൻക്ലൈൻ ഡിക്ലൈൻ ഫ്ലാറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒളിമ്പിക് ബെഞ്ചാണ്. അസെൻറ്റ് സിന്നപ്പ് വിത്ത് ഡിപ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീനാണ്. അവിടെ ഹെവിയാണ് ആ മെഷീൻ, നല്ല ഹൈറ്റ് ഉണ്ട്. സോ എത്ര ഹൈറ്റ് കൂടിയ ആൾക്കാർക്ക് വേണമെങ്കിലും സ്മൂത്തായിട്ട് ചെയ്യാൻ സാധിക്കും. ഹൈപ്പർ എക്സ്റ്റൻഷൻ ഇത് നമ്മുടെ ലോവർ ബാക്കിന് നല്ലൊരു മസിൽസിന് നല്ല സ്ട്രെങ്തൻ ചെയ്യുന്ന വർക്കൗട്ടാണ്. സെയിം ടൈം നമ്മുടെ ഗ്ലൂട്ട്സിന് നല്ലൊരു റിക്രൂട്ട്മെൻ്റ് ആയിരിക്കും കിട്ടുന്നത്. ഇവരാണ് ഈ ജിമ്മിൻ്റെ പാർട്ട്നേഴ്സ്. നമുക്ക് ഇവരെ പരിചയപ്പെടാം, അവരുടെ എക്സ്പീരിയൻസ് നമുക്ക് കേൾക്കാം. പേര്? എൻ്റെ പേര് ശ്യാം. ഞാൻ 8-9 വർഷമായിട്ട് ട്രെയിനർ ഫീൽഡിലാണ്. എൻ്റെ പേര് അതുൽ. ഞാനും 10 വർഷമായിട്ട് ഫീൽഡിൽ നിലവിലുണ്ട്. 14 വർഷം കൊണ്ട് ജിം ഫീൽഡിലുണ്ട്. ട്രെയിനറായിട്ടൊരു 10 വർഷം ആയിട്ട് നിലവിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മളെ ജിമ്മ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 2 ആഴ്ചയായി. നമ്മളെ ജിമ്മിൽ യൂസ് ചെയ്യുന്ന മെഷീൻ കൈസൺ സീരീസിൻ്റെയാണ്. നമ്മൾ കൊല്ലത്ത് പോയി യൂസ് ചെയ്ത് നോക്കിയിട്ടാണ് നമ്മുടെ മെഷീൻ എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. നമ്മുടെ വന്നിരിക്കുന്ന ക്ലയൻസും ഈ മെഷീനകത്ത് സാറ്റിസ്ഫൈഡ് ആണ് ഫുള്ളി.